നമസ്കാരം സുഹൃത്തുക്കളെ, കട്ടൻ ചായ 162 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രശ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങളിൽ വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട്. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4454 പേരായതിൽ സന്തോഷിക്കുന്നു. 4454. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് us സ്റ്റാർട്ട്. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് എൻ്റെ അടുക്കളയുടെ പുറകുവശം, അതായത് ജനൽ വഴി നോക്കുമ്പോൾ കണ്ടതാണത്. അപ്പോൾ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ ഈ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ചായയുടെ പാചകത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റാണിത്. സിനിമയ്ക്കകത്തൊക്കെ സെറ്റ് എന്നൊക്കെ പറയില്ല, എന്ന് പറയുന്നൊരു സെറ്റ്, കുഞ്ഞ് സെറ്റാണ്. അപ്പം ചായക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം നല്ല പരിചിതമാണ്. ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, വെള്ളം, മധുരം, എല്ലാ സാധനവും അവിടെയുണ്ട്. അതൊന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഇത്. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആ വർക്കങ്ങ് തുടങ്ങിയേക്കാം. ഇനി അതിനായിട്ട് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇത് ചെരുവൻ. നമ്മുടെ ഇതിനകത്തോട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചെരുവനിലേക്ക് വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് വെള്ളം. ആ 2 ഗ്ലാസ് ചായ എന്ന് പറയുന്നതിനർത്ഥം 1 ഗ്ലാസ് നമുക്ക് പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ലഭിക്കാൻ, 1 ഗ്ലാസ് അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട്, അങ്ങനെ 2 ഗ്ലാസ്. അപ്പം അത് ഹീറ്ററിൻ്റെ മുകളിൽ വെച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം ഇടുകയാണ്. ഇഞ്ചി ആദ്യം ഇട്ടു. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇഞ്ചി ആദ്യം ഇട്ടു. അത് കഴിഞ്ഞ് ഏലക്ക പൊടിച്ചതിട്ടു. അതിനുശേഷം കറുവാപ്പട്ടയുടെ പൊടി ഇട്ടു. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ഇട്ടാണ് നമ്മൾ ചായ തിളപ്പിക്കുന്നത്. നിങ്ങൾ പറയാം, ഇഞ്ചി വേണം, കറുവാപ്പട്ട വേണം, ഏലക്ക വേണം. ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, ഈ 3 സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കണം. അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്തു. സ്റ്റൗ ഓൺ ചെയ്താൽ 60 മുതൽ 58 വരെ റീഡിങ് കാണിക്കണം. അതായത് 2 മിനിറ്റ് നേരത്തെ സമയം വേണം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അത് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്വല്പം സംസാരിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരും കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്തിട്ടുള്ളവരാണ്, സബ്സ്ക്രിപ്ഷൻ ഉള്ളവരാണ് ഇത് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതെല്ലാം പരിചിതമാണ്. എല്ലാം കണ്ട് മടുത്തവരാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും ഓരോ ദിവസവും ഞാനിത് കോപ്പി അടിക്കുകയല്ല. അതായത് വീഡിയോ എഡിറ്ററിലൂടെ ഈ വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് സംസാരം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെ ശ്രമകരമായൊരു ജോലിക്ക് ശേഷമാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും, ഇയാൾ 1 മിനിറ്റ് നേരത്തിൽ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇതിന് മാത്രം എന്താ സെറ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു വലിയ പണി തന്നെയാണ്. അതായത് ഒരു സിനിമ ഉണ്ടാക്കുമ്പം, അതായത് വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വിഷമം ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കുക, കണ്ടു തീർക്കുന്നവർക്ക് മനസ്സിലാക്കില്ല. 2.5 മണിക്കൂറുള്ളൊരു സിനിമ ഉണ്ടാക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ശ്രമിച്ചിട്ടാണ് ഒരു സിനിമ പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പുറകിൽ ശ്രമമുണ്ട്. അല്ലെങ്കിൽ 24 മണിക്കൂറിലൊരു വീഡിയോ അല്ലേ ആൾക്കാർ ഇടുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതിൽ പല വീഡിയോ ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിരിക്കുകയാണ്. തിളച്ച വെള്ളം 58 റീഡിങ് കണ്ടാൽ ഉടനെ തിളച്ചു എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ നൊര വന്നിട്ടിരിക്കുന്നുണ്ട്, പുക വരുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ല ഏലക്ക, കറുവാപ്പട്ടയുടെയൊക്കെ മണം വരുന്നുണ്ട്. ഇഞ്ചിയൊക്കെ 59 ആയതുകൊണ്ട് 1 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ തേയില ഇടാനായിട്ട് റെഡിയാക്കി വയ്ക്കുകയാണ്. ഇത് ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ചായയാണ്. അതാണ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആ തിളന്ന് കഴിഞ്ഞപ്പോൾ ആ തേയില അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഈ തേയില കഴിഞ്ഞ് ബ്രൂ എന്നാണ് അതിനെ കമ്പനി എഴുതിയിരിക്കുന്നത്. ബ്രൂ ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അതായത് വെള്ളം അതായത് ഇതിൻ്റെ സത്തിറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കും മലയാളം. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് നമുക്ക് സ്വീറ്റ്നറാണ്. സ്വീറ്റ്നർ നമ്മൾ ഫിൽറ്ററിങ് സിസ്റ്റത്തിലേക്ക് ഇട്ടു. അതായത് ആ പൂണി എന്ന് പറഞ്ഞാൽ മഗ്, അല്ല ജഗ്, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ
മധുരം അത് നമുക്ക് അടച്ച് ഭാഗത്ത് വെച്ച് ഇതിലേക്ക് ഇനി അരിപ്പ വയ്ക്കണം. അരിപ്പ വെച്ചിട്ട് അരിപ്പയിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിക്കണം. അത് നമ്മൾ 3 മിനിറ്റ് ഇരുന്നിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. 3 അല്ലെങ്കിൽ 5. അപ്പോൾ ഞാൻ സൂചി നോക്കിയൊന്നുമില്ല, ഒരു ഉദ്ദേശം. അതായത് ഇത് നമ്മൾ ആ മൂടി വെച്ചിട്ട് പിന്നെ കുറേ പണികളൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് നല്ല കണ്ടീഷനായിട്ടിരിക്കുക, നല്ല സ്മെല്ല്, തുറക്കുമ്പോൾ നല്ല മണം വരുന്നത്. മസാല ചായ ആണിത്. മസാല കൂട്ടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്തായാലും നല്ല രസമാണ് കുടിക്കാനായിട്ട്. ചായ ഊറ്റിയെടുത്തതിന് ശേഷം അത് കപ്പിലേക്ക് പകർന്നു. കപ്പിലേക്ക് മധുരം ഇട്ട് ഇളക്കി യോജിപ്പിക്കരുത്. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഇളക്കിയെന്ന് മാത്രം. അത് പെട്ടെന്ന് ലയിച്ച് ചേരുന്ന ഒരു പൊടിയല്ലേ, ഗ്ലൂക്കോസ് പൊടി പോലൊരു പൊടിയായത് പെട്ടെന്ന് വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചേരും. ഇനി ഇത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥന ടേബിളിലേക്ക് ഈ ചായ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് പ്രാർത്ഥന ടേബിളിൻ്റെ മുകളിൽ വെച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ബൈബിള് എടുത്തുകൊണ്ട് വന്നു. ബൈബിളിൽ നമുക്ക് വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ നടത്തുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഇത് കാണാം. അതായത് ജൂലൈ 21-ാം തീയതി നടത്തിയ ഡെയിലി ബ്ലെസ്സിങ്ങാണ്. അതിൽ നടത്തിയ വചനങ്ങളാണ്. ആ വചനമനുസരിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിലാണിത്. അപ്പോൾ അത് പറയുന്നത് പുറപ്പാട് 19 5-ാമത്തെ തിരുവചനം. ഞാനത് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 19 5-ാമത്തെ തിരുവചനം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. And this is the end of this program. Shubham, good luck.